നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിവൈൻ മസ്കുലിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഒന്നാമതായി ഡിവൈൻ മസ്കുലിൻ, അതായത് അവർ കലാപരമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ഇനി രണ്ടാമതായി, അവർ വെറുതെ ഇരിക്കാൻ തീരെ താല്പര്യം ഇല്ലാത്തവരായിരിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നവരായിരിക്കും. അതായത് ഡിവൈൻ ഫെമിനീനെ പോലെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കില്ല അവർ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഡിവൈൻ മസ്കുലിന് എപ്പോഴും ഒരു സ്പിരിച്വലായിരിക്കും അവർ എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ലീഡർഷിപ്പ് ക്വാളിറ്റി അവർക്ക് ഉണ്ടായിരിക്കും എന്നതാണ്. പിന്നെ അവർ എസ് പറയേണ്ടിടത്ത് മാത്രം എസ് പറയും, നോ പറയേണ്ടിടത്ത് അവർ നിർബന്ധമായി നോ പറയും എന്നുള്ളതാണ്. പിന്നെ DM എപ്പോഴും ചുറ്റുമുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ അവർക്കുണ്ടാവും എന്നുള്ളതാണ്. എന്നാലും അവർക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നന്നായി അറിയാം എന്നത് ഒരു പ്രത്യേകതയാണ്. പിന്നെ DM എപ്പോഴും യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും എന്നതും അവരിൽ കാണാവുന്നതാണ്. പിന്നെ എന്ത് കാര്യങ്ങൾക്കായാലും ഒരു സൊല്യൂഷൻ അവർക്ക് കാണും. അവരോട് ചോദിച്ചാൽ അത് കിട്ടും എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, അവർ ഇന്നസെൻസ് ആയിരിക്കും. അവരുടെ മുഖത്ത് നിന്ന് തന്നെ അത് വായിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു പ്യുവർ സോൾ ആയിരിക്കും. ഡിവൈൻ ഫെമിനിനെ പോലെ തന്നെ ഡിവൈൻ മസ്കുലിനും ഡിവൈൻ ഫെമിനിൻ്റെ അതേ ഗുണങ്ങൾ തന്നെ ഡിവൈൻ മസ്കുലിനും ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഡിവൈൻ ഫെമിനിയൻ ക്വീൻ ആണെങ്കിൽ ഡിവൈൻ മസ്കുലിൻ കിങ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ DM റൊമാൻറ്റിക് ആയിരിക്കും, സെക്ഷൽ എനർജി കൂടുതലായിരിക്കും, എല്ലാവരോടും സ്നേഹത്തോടെ ആയിരിക്കും അവർ പെരുമാറുന്നത്. അതായത് ഒരു വേർതിരിവൊന്നും ഉണ്ടാവില്ല. ഫാമിലിയിലായാലും അങ്ങനെ ഒരു വേർതിരിവൊന്നും അവർ കാണിക്കില്ല. എല്ലാവരോടും ഒരുപോലെ ആയിരിക്കും പെരുമാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഡിവൈൻ മസ്കുലിൻ എന്താണ്, അവരുടെ ക്വാളിറ്റീസ് എന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.